സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. എടാ മോനെ അർജുനെ, നീ സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയ ആളാകുമ്പോ നീ ഞങ്ങളൊക്കെ മറന്നു പോടാ. ഞാൻ വെറുതെ പറഞ്ഞതാടോ, നീ മറക്കൂലെന്ന് ഞമ്മക്കറിയാലോ. ഏതായാലും ഇത്രയും കാലം ഷോർട്ട് ഫിലിമും കളിച്ചു കിടന്നിട്ട് കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും സിനിമ ചാൻസ് കിട്ടില്ലേ, അത് തന്നെ വലിയ സന്തോഷം. സംഭവമൊക്കെ ശരി തന്നെയാടാ, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ റോഡ് കിട്ടുന്നുള്ള എനിക്ക് തോന്നി. അതൊന്നും നോക്കണ്ടടാ, നീ പോയി അഭിനയിച്ചോ. പിന്നെ അല്ല, എത്ര നേരം അഭിനയിച്ചിട്ടുള്ളവരല്ല കാര്യം, ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ളവരാ തകർക്കടാ പോയിട്ട്. എന്നാലും എന്തോ പോലെ നമ്മളെ ടീം മൊത്തം കൂടുതലായിട്ട് എന്തൊരു ഉഷാർ കിട്ടും. ഓരോരുത്തരും ഓരോ തിരക്കിലായിട്ടല്ലേ, അത് നീ കാര്യമാക്കണ്ട. ആസിഫ, വണ്ടി ഒന്ന് സൈഡാക്കണേ. ഒക്കെ മുള്ളാനാണോടാ? ഒരു 5 മിനിറ്റ്. ഇതല്ലേ എന്റെ 5 മിനിറ്റ്. ഉണ്ടിട്ടോ. ഒരുപാട് നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും നോക്കിപ്പോവും. എന്നാ പിന്നെ എനിക്ക് അവിടെ പോയി വേറെ ആളെ നോക്കാലേ? നോക്കിയാ കൊല്ലും ഞാൻ. അതെ, എനിക്ക് കൂടുതൽ സൊല്ലി നിന്നാലേ ട്രെയിനിന്റെ വൈച്ചായിട്ട് പോവും. ഒരു 5 മിനിറ്റ് ചങ്ങായി, ഇപ്പൊ വരാ. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഇവനാ. അതെന്താടാ അങ്ങനെ? ഈ പെണ്ണിന് പല പല ആലോചനകൾ വന്നിട്ടും ഇവള് ഇത്രയും കാലം ഇവന് വേണ്ടി കാത്തു നിന്നില്ലേ. എനിക്കും വേണ്ടി അങ്ങനെ കാത്തുക്കാൻ ആരും ഇല്ലല്ലോ ഈശ്വര. യോഗല്ല അമ്മണിയെ പായം അടിച്ചിക്കാളാ. മതി, പോക, സമയം തുറയില്ല. എന്നാ പിന്നെ ഞാൻ പോയി വരട്ടെ. ഇതെന്റെ വകയൊരു സമ്മാനം. കൊള്ളാം കൊള്ളാം, മതി മതി, സമയല്ല, ബാക്കിയൊക്കെ പിന്നെ പോയി വരാം. ആ വിവേകേ, പറയടാ. ഇല്ലടാ, ഇന്ന് ഷോപ്പ് തുറന്നില്ല. ഇന്നേ ഞങ്ങളുടെ കൂടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്ന അർജുല്ലേ, സിനിമാ നടൻ തന്നെ. അപ്പൊ ഓണിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ സെലിബ്രേഷൻ പരിപാടിയായിട്ട് നമ്മളെ താടി സുരേഷ് ചേട്ടന്റെ വീട്ടിലാ. എടാ, അത് പുറത്ത് വെച്ചാലുണ്ടല്ലോ, ഓനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടേ ക്രൗഡ് വല്ലാതെ ശല്യം ചെയ്യേ. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് മാറ്റിയതാ. എടാ, എന്നാലേ ഞാൻ വിളിക്കാം. ഇവിടെ അവന്മാര് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ വരുമ്പോഴത്തേനെ ഒക്കെ സെറ്റ് ആക്കണം. ഓക്കെ, എന്നാലേ ഞാൻ നാളെ വിളിക്കാം. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ.
കേറി പോകേണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. അച്ചുവേ ഒന്ന് ഏറ്റുപിടിക്കടാ. മൂന്നാം കുന്നു കയറി പോകേണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. ജിംനേഷ്യം എടുത്ത് തൊണ്ടയ്ക്ക് നല്ല മസലുള്ളത് കൊണ്ട് പാട്ട് പാടാൻ എനിക്ക് നല്ല എളുപ്പാ. പാട്ട് എനിക്ക് പുല്ലടാ. നാലാം നില കയറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. പണ്ടാറടങ്ങാൻ തൊണ്ടയുടെ മസിൽ പൊട്ടിനാ തോന്നണേ. എന്നാലും സാറില്ല, യേശുദാസിനെ തോൽപ്പിച്ചില്ല. അത് മതി. അഞ്ചാം ചൂരം കയറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. ഇവന്റെ തൊണ്ടയിൽ എന്താ പൂച്ച പറ്റി എടുക്കണ്ട. ഈ ശബ്ദം വെച്ച് നീ എങ്ങനെ ഹരിമുരളി പാടുക? സാധകം ചെയ്യടാ, സാധകം. ആറാം മരം കയറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. ഈ ഗ്യാപ്പിൽ എന്റെ മ്യൂസിക് ബോഡി മസിൽസ് കാണിച്ചാലോ? ഒന്ന് പോടാ. ഏഴാം സ്വരമേറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. പോയ സാറേ, ശ്രുതിയിലെ താളം കേറിപ്പോയി. എട്ടാം തട്ടിലേറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. അത്രക്കായ ഇന്ന് പിടിച്ചോ. ഒമ്പതാം തൊമ്പിലേറി പോകണ്ടേ, അവിടുന്ന് തലേം കുത്തി ചാടണ്ടേ. എന്റെ അമ്മേ ശ്വാസം മുട്ടി ചത്തേന്. അമ്പതാം മല കയറി പോകണ്ടേ, അല്ലേ രഞ്ജിത്തും അബിയോട് പോയി. രഞ്ജിത്ത് അതാക്കുന്ന തലവേദനയാന്നും പറഞ്ഞ് അവിടെ കിടക്കുന്ന. അബിയാണെങ്കിൽ കക്കൂസിലാ. വന്നപ്പം മുതൽ വാരി വലിച്ചുള്ള തീറ്റയല്ല ഇനിയോ. അപ്പോ അഖിലാട് പോയി. അഖില് എടാ ഇന്നലെ നല്ല രീതിയിൽ ഞാൻ സെലിബ്രേഷൻ ഓനെ വിളിച്ചപ്പോ ഇന്ന് വരാന്ന് പറഞ്ഞതാ. പക്ഷെങ്കിൽ രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു ഒറ്റ ചാട്ട എന്നോട്. ഞാനൊരു സെലിബ്രേഷനും ഇല്ല, പരിപാടിക്കും ഇല്ല. അർജുനെ ഞാൻ ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടീനു. തരാനുള്ള ചെലവൊക്കെ ഇന്നലെ വൃത്തിയായിട്ട് തന്നിക്കുന്നു. എന്തായിരിക്കും? അതെന്താ എനിക്ക് മനസ്സിലായി. അതെന്താ? ഒരാൾ നന്നത് മറ്റോന് കണ്ടുകൂടാ. അത് തന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? എന്താ സുരേഷ് ഏട്ടൻ അങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ പണ്ട് തെലുങ്ക് സിനിമന്റെ ഷൂട്ടിങ്ങിന് പോയതിനെ പറ്റി ആലോചിച്ചിരിക്കുക. തെലുങ്ക് സിനിമയോ? എന്നിട്ടോ? അന്നത്തെ എന്റെ ലുക്ക് കണ്ടിട്ടേ ചീരിനോട് ഇവിടെ നിൽക്കുമെന്ന് ചോദിച്ച്. നിങ്ങൾക്കൊന്നും വട്ടപ്പേരറിയില്ലടോ. ചിരഞ്ജീവി എന്റെ കമ്പനിക്കാരനാ. ജയലളിത എന്റെ കുടുംബക്കാരി. അത് ശരി, നിങ്ങളിവിടെ കഥ പറഞ്ഞിക്ക. ആസിക്ക അടുപ്പത്തുള്ളൊന്ന് ഇറക്കിയേക്കി. എന്നോട് മറന്നു. മോളെ പോയിട്ടോ. അയ്യോ, ബാക്കി കഥ ഞാൻ പറയാം. മതി, കഥ മതി. എന്നാൽ ഈ കുഞ്ഞനെവിടെ പോയി കിടക്കുക? അരുണേ, അർജുന അവിടെ വരുന്ന. മോനെ അർജുൻ. മോനെ, ഞാൻ പപ്പ. പപ്പയോ പപ്പനോ ആരാണെങ്കിലും എന്റെ മേത്തോട് എനിക്ക് ഇഷ്ടമല്ല. പപ്പേ പപ്പേ പപ്പ. ഒന്ന് ഷോക്കായി അല്ലേ? ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. മോനെ, എനിക്ക് സാധനം ഒന്നും കൊണ്ടുപോകുന്നില്ലേ? എന്റെ പപ്പേ, ഞാനത് കൊണ്ടുവരാണ്ട് നിൽക്കൂ.
അത് മാത്രല്ല നല്ലൊരു സർപ്രൈസും കൂടി ഉണ്ട്. എടാ അഖില, ഇങ്ങോട്ട് വാടാ. അഖിലോ? അല്ലടാ, ഇവനും ഇനിയും തമ്മിൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. എന്റെ പൊന്നു മോനെ, നിങ്ങളെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ ആ രഞ്ജിത്തിനതാ ഇവനെയും തപ്പി അങ്ങോട്ട് വിട്ടതാ. എന്നിട്ടിപ്പോ ചേടാ തെറ്റാരോ ഞങ്ങളോ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഈ കുപ്പിയൊക്കെ വാങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മാറുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ വെള്ളം പറഞ്ഞേ. പറഞ്ഞു കൊടുക്ക്. അപ്പോ ഞങ്ങള് ശശിയായി. അല്ല മോനെ, നമ്മളെ പരസ്യത്തിന്റെ കാര്യം എന്തായി? പരസ്യത്തിന്റെ കാര്യോ? എന്റെ രവിയേട്ടാ, ആ പരസ്യം ഈ വരുന്ന ആഴ്ച ഇറങ്ങും. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ കയ്യിൽ ഡെമോ കാണിച്ചു തരാം. എന്താ ഗോപാലേട്ടാ, കേറാൻ പറ്റുന്നില്ലേ? എന്ത് പറയാനാ മോനെ, ഷെഡി പിന്നെയും കേറി. ഈ തെങ്ങ് കയറാൻ വരുമ്പോഴെങ്കിലും ഒരു ഉറപ്പുള്ള ഷെഡ് ഇട്ടൂടെ? അത്രയ്ക്ക് ഉറപ്പുള്ള ഷെഡിയോ? അതേത് ഷെഡി? പൊന്നി ഷെഡുകൾ, ഇറുക്കത്തിനും മുറുക്കത്തിനും പൊന്നി ഷെഡുകൾ. ഇനി എന്തിനു പേടിക്കണം? തൂങ്ങി നിൽക്കുന്നതിനെ താങ്ങി നിർത്താൻ പൊന്നി ഷെഡികൾ. അതെ, ഇപ്പൊ ഇങ്ങനെ വർത്താൻ പറഞ്ഞ് ഇരുന്നാ മതിയോ? കഴിച്ചിട്ട് ഇത് കഴിക്കണ്ടേ? കണ്ണു പോയോ? കണ്ണു പോയതാ, കരണ്ട് പോയതാ. കറണ്ട് പോയാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, മെഴുകുതിരി കത്തിച്ചിട്ടായാലും സാധനം അടിക്കുകയും ചെയ്യും, നമ്മൾ ഫുഡ് അടിക്കുകയും ചെയ്യും. ഞാൻ മൊത്തം അടിച്ചിട്ട് കിടക്കുക രണ്ടികള്. അഖിലോ, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ കാലം. എന്നാലും ഒരുപാട് ചെറ്റപ്പരിയാണെ ചെയ്ത്. കണക്കടിക്കാനുള്ള സാധനം കുടിയന്മാർ ഓരോരുത്തരെ ഇത് മലമ്പം. ഓ, നീർക്കോലി ഉണ്ടോ? അല്ലടോ, എടെ നമ്മുടെ സിനിമ സ്റ്റാർ എവിടെ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അയ്യോ, കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. ആടെ അടിയിരിക്കാതെ കൂടെ. ഇയാളെന്തത് ഇവിടെ ഇത്രയും ചേറില്ലേ? പോ. എന്താടാ കഴിച്ചു പറ്റി? അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞത് അവിടെ. ഞാൻ വന്നതന്നെ ഓനെ കാണാനാ. നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനും വരണം. പുറത്തുണ്ടാകല്ലോ. അർജു, അർജു, എടോ ശ്വാസത്തിലടോ. അർജു, അർജു, മതിയാക്കില്ലേ? എന്തേത്ര നേരെ ഇതിങ്ങനെ ചെയ്യുന്നു. മട്ടന്നെ കൊന്നിട്ടാ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നത്? അങ്ങനെ നല്ല ചെയ് വേദനയാണെന്നത്. മട്ടന്നെ കൊന്നിട്ടാ. ഇതൊക്കെ ഞാൻ കൊറേ ചെയ്തതാ. വേദനയാണെന്ന് എന്തെങ്കിലും എന്ത് തോന്നിയ സാധനങ്ങൾ കാട്ടുന്നത് ഒരു വീട്ടുകാരി വന്നിട്ട്? തോന്നിയാസം? എന്ത് തോന്നിയാസം? ഞാൻ ചെക്കനെന്താ കാണിക്കുന്നത്? എന്ത് ഷേവ് ചെയ്യുന്നതിന്റെ കുറ്റാണോ? ഷേവിങ്ങോ? പുറത്തുനിന്ന് കാണുന്നവനെ ഇത് ഷേവിംഗ് ആയിട്ടല്ല തോന്നുന്നത്.
ഇതേ ഒന്ന് ലെവലാക്കി തന്നു കഴിഞ്ഞാല് ഞാൻ പോയി ആട് നിൽക്ക്. എന്തേത് ആരും കാണാണ്ടല്ലേ നിങ്ങളൊക്കെ ഷേവിങ് അതിനുണ്ടിട്ടോ നിങ്ങള് അയ്യോ, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഇതാക്കിയത് ഞാനും ഇവരും തമ്മിലൊരു ബെറ്റ് ഉണ്ടായിരുന്നു. ആ ബെറ്റിൽ ഒന്ന് തോറ്റ്. ആ ബെറ്റ് തോറ്റാൽ പകുതി മീശയും താടിയും പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കണ്ണപ്പെടാണ്ട നടക്കുക. ഞാൻ വരുന്നു മനസ്സ് പോലെ വിചാരിച്ചില്ല. ബെറ്റോ? എന്ത് ബെറ്റ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബെറ്റൊക്കെ ഞാനത് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ആദ്യത്തെ ഒന്ന് തീർത്താട്ടെ, പിന്നെ ഓനെന്റെ കയ്യിൽ കിട്ടും. അഖിലേ, ബെറ്റിൽ ഞാൻ തോറ്റ്. താടി ഏതായാലും ക്ലീൻ എഴുതി കഴിഞ്ഞതാ. മീശ എന്താ ശരി, നാളെ കഴിഞ്ഞ് പഠിച്ചാ പോരെ, അതല്ല നല്ല. അഖിലേ, നിങ്ങൾ തമ്മിലുള്ള ബെറ്റ് എന്താണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് നമ്മൾ ഇവിടെ സെലിബ്രേഷൻ നടക്കരുത്. ചെന്ന് അത് പഠിക്കുന്നത് ആ ഒരു മോശം. ഇന്നിപ്പം പഠിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രം ഞാനൊന്ന് ഒഴിവാക്കാം. പക്ഷേ ഞാൻ പഠിക്കും. എന്ന് മാണെങ്കിൽ പഠിച്ചോ, ഇന്നത്തെ ദിവസം ഒഴിവാക്കാം. എന്ത് നോക്കി നിൽക്കുക? എത്രയും പെട്ടെന്ന് എല്ലാരെയും വേറെ അറിയിക്കണ്ടേ? എല്ലാരെയും അറിയിക്കാൻ വരട്ടെ. ഇത് ചെയ്തത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ആണെങ്കിലോ? നീ എന്തായിരുന്നേ പറയുന്നേ? നമ്മുടെ കൂട്ടത്തിൽ ആര് ചെയ്യാൻ, എന്തിനു ചെയ്യാൻ? രഞ്ജിത്തെ, ഈ സെലിബ്രേഷൻ തുടങ്ങിയപ്പം തൊട്ട് അർജുന്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് കാണുന്നില്ല. അത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുത്താണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ മാല എടുത്തത് അകത്തുനിന്നുള്ള ആരോ ഒരുത്തനാ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതിനുള്ളില് അർജുനെ തപ്പി മറ്റൊരു പുറത്തിറങ്ങും. 1-2 മണിക്കൂർ നേരത്തേക്ക് അർജുനെ തപ്പി നമ്മുടെ കൂട്ടത്തിൽ ആരും പുറത്തിറങ്ങില്ല. അതിന് പണിയുണ്ട്. എന്ത് പണി? നീ ഒരു കാര്യം ചെയ്യ്, അർജുന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ ഫോൺ എടുക്ക്. ഫോണോ? അതെന്തിനാ? നീ ഫോൺ എടുക്ക്. അവന്റെ ഫിംഗർ ഉപയോഗിച്ച് ലോക്ക് തുറക്ക്. നമ്മുടെ ഷോർട്ട് ഫിലിം ഗ്രൂപ്പില് ഞാൻ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്യ്. ഗ്രൂപ്പോ? അതെന്തിനാ? നീ ഒന്ന് ടൈപ്പ് ചെയ്യ് രഞ്ജിത്തെ. പറഞ്ഞോ. ഡിയർ ഫ്രണ്ട്സ്, ടൈപ്പ് ചെയ്യടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? ടൈപ്പ് ചെയ്യ് രഞ്ജിത്തെ. അതുകൊണ്ട് 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ആരും എന്നെ കാണില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്വന്തം അർജുൻ. അത് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യും. എടാ, ഇത് വേണോ? ചെയ്യടാ. എടാ, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? രഞ്ജിത്തെ, ഈ മെസ്സേജ് കണ്ട 1-2 മണിക്കൂർ നേരത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനും അർജുൻ അന്വേഷിച്ച് വരില്ല. ആ സമയം മതി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ ഇത് ചെയ്തതോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് അത് ഒരുപാട് നേരം മറച്ചു വെക്കാൻ മാത്രം കഴിവുള്ള ഒരുത്തനും നമ്മുടെ ഒപ്പം ഇല്ല. അതുകൊണ്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവനെ കൊന്നവന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഉറപ്പാ. നമ്മൾ അയച്ച മെസ്സേജ് ആരോ സീൻ ചെയ്തിട്ടുണ്ട്. ആര്? സുരേഷ് ഏട്ടൻ. രഞ്ജിത്തെ, നീ എത്രയും പെട്ടെന്ന് അകത്ത് പോയിട്ട് നമ്മളെ മുഴുവൻ ടീമിനെ ഒന്ന് വാച്ച് ചെയ്തിട്ടോ. എടാ, അപ്പൊ നീയോ? ഞാൻ ഇവിടെ നിൽക്കാം. കാരണം നീ പറഞ്ഞ പോലെ ഇനി പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണ് ഇത് ചെയ്തെങ്കിൽ ആ ആൾക്ക് ഉറപ്പായിട്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നേ പറ്റൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു, എന്ത് നടന്നു എന്നൊക്കെ അയാൾക്ക് അറിയേണ്ടി വരും. അതുകൊണ്ട് നീ പോ, ഞാനിവിടെ നിൽക്കാം. ആ ഫോണിൽ വന്നിട്ടോ. ശരി, ഞാൻ ചെല്ലേ.
അർജുൻ ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. അഖിലെ ഇതൊന്ന് നോക്ക്. എന്റെ ഗ്രൂപ്പിലല്ലേ? ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഉണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കേണ്ട, എന്നെ വെയിറ്റ് ചെയ്യുക. എന്താ സർപ്രൈസ്? ഇങ്ങനെ ഒരു സമ്മാനത്തിന്റെ കാര്യം നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ പൊട്ടാ പറഞ്ഞ സർപ്രൈസ് ആണ്. അല്ലേ അർജുന നോക്കി പോയിട്ട് നിങ്ങളൊക്കെ പോയി ഓരോരെ കാണാനാകുമ്പോ ഇങ്ങോട്ട് പോരും. അല്ലെങ്കിലേ പ്രായം കുറയില്ല, ഒരു കല്യാണം കഴിക്കണ്ടേ? എന്റെ രവിയേട്ടാ, പണ്ടത്തെ കാലത്ത് ഒരു പെണ്ണ് കിട്ടുകയെന്ന് വെച്ചാൽ പൂന്നുള്ളുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. ഒരു ഗവൺമെന്റ് ജോലി വാങ്ങുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ട് ഒരു പെണ്ണ് കിട്ടുകയെന്ന് വെച്ചാല് അത് മനസ്സിലാക്കണം ആദ്യം. മോനെ, പെൺകുട്ടികളെ വളയ്ക്കാൻ അറിയണം. അതറിയാമെങ്കിൽ ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാൻ ഒരു പണിയില്ല. ഒരു കഴിവുള്ള ഒരാള് ചുമ്മാ പൂളടിക്കണമെന്ന് പോവാ. മോനെ, ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല. ഞാൻ പണ്ട് കോളേജിന്റെ മുമ്പ് കൂടി പോകുമ്പോഴേ പെൺകുട്ടികൾ പറയാഞ്ഞു, ആസിഫ്ക നിങ്ങക്ക് ചന്ദനത്തിന്റെ മണാണേന്ന്. ഇപ്പൊ ചാണകത്തിന്റെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ എന്താണോ ഒരുമാതിരി നോട്ടം നോക്കുന്നത്? അതൊക്കെ നിങ്ങൾക്കേ വഴിയെ മനസ്സിലായിക്കോളൂ. ആയിക്കോട്ടെ എന്നാ അമ്മ വയ്യ മനസ്സിലാക്കാം. അല്ലടാ, ഈ അറിഞ്ഞില്ലേ നമ്മളെ അർജുൻ എന്തോ ഒരു സർപ്രൈസ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞ്. ഇതൊന്നും നമുക്കൊരു സന്തോഷമല്ലാത്ത. ഒരുപാട് സന്തോഷിച്ചാലേ അതിനിരട്ടി സങ്കടപ്പെടേണ്ടി വരും. നീ എന്താണ് ഇവിടെ CID കളിക്കുന്നോ? CID ആണോ CBI ആണോ എന്നൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ എല്ലാവർക്കും. ഈ മുള്ളു വെച്ച് വർത്താൻ പറയാണ്ട് എന്താണ്ടെങ്കിൽ തിരിച്ചു പറ, എന്നാലല്ലേ അങ്ങനെ മനസ്സിലാവുള്ളൂ. ഇനി പറയാനല്ല ഉള്ളത്, കാണിക്കാനാ. എന്താടാ? എടാ, പ്രത്യേകിച്ച് ആരും സംശയം തോന്നിയിട്ടില്ല. നീ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നടന്ന എല്ലാരെയും അറിയിക്കണം. രഞ്ജിത്തെ, കുറച്ച് സമയം നീ എനിക്കിതാ, അതിനുള്ളിൽ ഇത് ചെയ്ത ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇനി എനിക്കൊരു സെക്കൻഡ് സമയം തരാൻ പറ്റില്ല. എന്തൊരു കഷ്ടമുണ്ടത്. ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊന്നും കേൾക്കൂല. പറയട്ടെ. എല്ലാരോടും വിവരം പറയാന്ന് പറഞ്ഞപ്പോ നിനക്കൊരു പേടി. ഇനി നീ എങ്ങാനും ഓണോടാ അവനിട്ട് പണി കൊടുത്തേ. വെറുതെ തെറ്റത്തനം പറയരുത്. പിന്നെ എന്തിനാടാ ഞാൻ അറിയുമ്പോ നീ എന്റെ കൂടെ വന്നത്? തെളിവ് നശിപ്പിക്കാനല്ലെന്ന് ആര് കണ്ടു? സത്യം പറഞ്ഞോളാം. പറയണോ പട്ടി, നീ എന്നോട് അവനെ കൊന്നത്? രഞ്ജിത്തെ, വെറുതെ ഒരുമാതിരി വർത്താനം പറയരുത്. എടാ, ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മൊത്തം അകത്തിരിക്കുന്നവരോടാ. എന്നാ പിന്നെ എനിക്ക് നിന്നെ സംശയിച്ചൂടെ? ഇവിടെ സെലിബ്രേഷൻ തുടങ്ങിയിട്ട് എല്ലാവരും ഉണ്ട്, അഖില് മാത്രമില്ലാന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹവും കാണിച്ച് അവനെ കൂട്ടാൻ നീ പോയിട്ട് തിരിച്ച് അഖിൽ ഇവിടെ എത്തിയിട്ടും നീ എത്തിയില്ല. എന്നാ അവനിവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടി നിന്നെ ഞാൻ പലതവണ മാറി മാറി ഫോണിൽ വിളിച്ചു. പക്ഷെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അവസാനം ഇവിടെ അർജുൻ കൊല്ലപ്പെട്ട് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം കൃത്യസമയത്ത് നിന്റെ എൻട്രി. ഇതിന്നൊക്കെ നിനക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് എനിക്കും സംശയിച്ചൂടെ മോനെ രഞ്ജിത്തെ? അതെന്റെ ഫോണ് ചാർജില്ലാണ്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതാ വിളിച്ചെടുക്കാഞ്ഞേ. 100 തവണ മാറി മാറി ഒരേ കാര്യം പറഞ്ഞാലും ചെയ്ത കള്ളത്തരം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഒരുത്തനും ഒരിക്കലും ഒരു കാലത്തും. ഇത് ചെയ്തത് നീയാണെന്ന് തെളിയിക്കാൻ ഒരുപാട് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അർജുൻ കൊല്ലപ്പെട്ട സമയവും നീ ഇവിടെ എത്തിയ സമയവും മാത്രം ടാലി ചെയ്ത് നോക്കിയാൽ മതി. നിന്നെ എനിക്ക് സംശയിക്കാൻ. എടാ പട്ടി, എന്തിത്തരം പറഞ്ഞാലോ?
തമ്മ തല്ലുന്നത് ഇവൻ ചെയ്ത പോലെ ഇന്റെ നേർക്ക് കെട്ടിവെക്കാൻ നോക്കുന്ന പട്ടി അവനുണ്ടല്ലോ. കൊലയോ? എന്ത് കൊല? അവന് പറയാൻ മടിയുണ്ടോ? പക്ഷെ ഞാൻ പറയാ, കാണിച്ചു തരാ. വാ വാ വാ. നോക്ക് മോനെ അർജു. മോനെ എന്താ മോനെ പറ്റിയത്? ഇത് ചെയ്ത ആരാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതാ. എങ്കിലേ സുരേഷനും കൂടി വാടാ. മോനെ അർജു, മോനെ അർജു, മോനെ അർജു. നിങ്ങളൊക്കെ ചോദിച്ചില്ലേ അർജുനെ കൊന്നത് ആരാണെന്ന്? ആ ആള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഞാനോ ഇവനോ അല്ല. ഇനി നിനക്ക് രക്ഷയില്ല. ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തേക്ക് വരാം. വന്നേ പറ്റൂ. ഇവളെങ്ങനെ ഇവിടെ വന്നു? അതിനുള്ള ഉത്തരം പറയേണ്ടത് ഞാനല്ല, ഇവള് തന്നെയാ. അത് പിന്നെ അർജുനേട്ടനെ കാണാൻ വന്നതാ ഞാൻ. മോളെ, അർജുൻ അന്വേഷിച്ചു വന്നിട്ട് നേരത്രായി. എന്നിട്ട് ഇത്രയും നേരായിട്ട് അവൻ എവിടെയാണെന്ന് നീ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചോ? അവനെ കുറിച്ച് അന്വേഷിച്ചോ? അത് പിന്നെ അർജുനേട്ടനെ ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഏട്ടനെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ അകത്തേക്ക് കയറാഞ്ഞ്. മോളെ, ഇതാണ് അർജുന്റെ ഫോണ്. ഇതിൽ നീ അവനെ വിളിച്ച 13 മിസ് കോൾ ഉണ്ട്. ഒരു തവണ പോലും നിന്റെ ഫോൺ അവൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അതിനർത്ഥം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നീ ഇവിടെ വന്ന് പതുങ്ങി നിന്നത്. അത് അർജുനേട്ടനെ ഞാൻ കൊറേ വിളിച്ചു. അർജുനേട്ടൻ ഫോൺ എടുക്കാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ അർജുൻ നിനക്ക് സമ്മാനമായിട്ട് തന്ന ഈ കൈച്ചയും എങ്ങനെ അവന്റെ ബോഡിയുടെ അടുത്ത് വന്നോ? ഇനി സത്യം പറഞ്ഞോ? പറയാതെ നിനക്ക് രക്ഷയില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതുമായ അർജുനേട്ടൻ എന്നെ ചതിച്ചപ്പോ ആ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ. എത്ര തവണ ഞാൻ അർജുനേട്ടനെ വിളിച്ചു. ഒന്ന് കാണാനോ ആ ഫോണൊന്ന് എടുക്കാനോ ഏട്ടൻ ശ്രമിച്ചോ? അപ്പോ നീ വിളിക്കുമ്പോ ഫോൺ എടുക്കാനോ, നീ പറയുമ്പോ കാണാനോ ആ പഴയ അർജുനല്ല ഞാൻ. എനിക്ക് എന്റേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടൊന്നും അർജുനേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മനുഷ്യനിപ്പോ എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? മാറേണ്ട സമയമാകുമ്പോ മാറിയല്ലേ പറ്റൂ. നീ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കല്യാണക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം. വീട്ടുകാരും വല്ലാതെ തിരക്ക് കൂട്ടുന്നുണ്ട്. നമ്മുടെ കല്യാണക്കാരി അത് നീയും നിന്റെ വീട്ടുകാർ തീരുമാനിച്ചാൽ മതിയോ? സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടിയ നമ്മുടെ കല്യാണം നടത്താന്ന് അർജുനേട്ടനല്ലേ പറഞ്ഞത്? അപ്പോ പുഴ കിടക്കാൻ നമുക്കൊരു തോണി വേണം എന്ന് കരുതി ആ തോണി ആരെങ്കിലും തലയിൽ വെച്ച് നടക്കുവോ? നീ പറഞ്ഞത് ശരിയാ. നിന്നെ കല്യാണം കഴിക്കാമെന്ന്, ഒരുമിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാക്ക് തന്നതാ. പക്ഷെ ഇപ്പൊ എന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിന്നേക്കാൾ നല്ല ബന്ധം എനിക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ? ഒരാണും പെണ്ണും പ്രണയിക്കുന്നതും ബ്രേക്കപ്പ് ആവുന്നതും ഈ ലോകത്ത് ആദ്യ സംഭവം ഒന്നല്ലല്ലോ. എന്നേക്കാൾ നല്ലൊരു ബന്ധം വന്നാ നീയും പോയില്ലേ? ഇത് നീയും ഞാനും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണ്. പിന്നെ ഇന്ന് എന്റെ പഴയ ഷോർട്ട് ഫിലിമിന്റെ ടീമില്ലേ, അവർക്ക് ഇന്ന് എന്റെ വക സെലിബ്രേഷനോ, അതും സുരേഷേട്ടന്റെ വീട്ടിൽ വെച്ച്. അത് കഴിഞ്ഞാൽ ഞാൻ അവരെ അങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കും. അപ്പം ഗുഡ് ബൈ.
തോന്നേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പഴയ കാലത്ത് ആ ഷോർട്ട് ഫിലിമിന്റെ ടീമില്ലേ, അവർക്ക് ഞാൻ സെലിബ്രേഷൻ കൊടുക്കുന്നുണ്ട്. അത് കഴിയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കൂ. പിന്നെന്തൊക്കെയാ? പിന്നെ തോമസേട്ടാ, നിങ്ങൾ പറഞ്ഞ ആ കുട്ടീന്റെ കാര്യം എനിക്ക് 100 വട്ടം ഓക്കെയാ. അവളെ കെട്ടുന്നതോടുകൂടി ഞാൻ പിന്നെ ആരാ? കോടീശ്വരൻ. പിന്നെ അത് വെച്ചിട്ട് നമുക്കൊരു സിനിമ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അഭിനയിക്കുന്നതും ഞാൻ തന്നെ. തോമസേട്ടാ, ഈ കാര്യത്തിൽ ഇനി എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോ. അപ്പൊ തോമസേട്ടാ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ. എന്നാ ശരി. അപ്പോ നീ എന്താ ഇവിടെ? ഞാനിപ്പം വന്നോണ്ട് നിങ്ങളെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയാൻ പറ്റി. എന്റെ മനസ്സിലിരിപ്പോ എടീ, ഇതിലും വലിയ പ്ലാനുകൾ എന്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ ഒരു വിലയുമില്ലേ? മോളെ, രക്ഷപ്പെടാൻ ദൈവം ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അവസരം കൊടുക്കും. ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ചു നിൽക്കും. ഇപ്പൊ നീ പോ. ഹലോ. അല്ല, ഇവളാ അർജുനെ കൊന്നേന്നും ഇവളിവിടെ ഒളിച്ചിരിക്കുന്നതോ നിനക്കെങ്ങനെ മനസ്സിലായി? ഇതെന്റെ വകയൊരു സമ്മാനം. ഇവളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതൊന്നും തീർക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം കാത്തുനിന്നത്. പക്ഷെ അതിനുള്ള സമയം നീ തന്നില്ല. എന്ത് നോക്കിക്കാടാ? എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം. മോനെ നിൽക്കുന്നത് നിക്ക് കുഞ്ഞൂട്ടാ, പോലീസിനെ വിളിക്കാൻ വരട്ടെ. കഥ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അർജുനെ കൊന്നത് ഇവളാണെന്നല്ലേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അവന്റെ മാല അതെടുത്തത് ആരാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. കൊന്നത് ഓളാണെങ്കിൽ മാല എടുത്തത് ഓളാ. അർജുനെ കൊന്നത് ഇവളാന്ന് സമ്മതിച്ചു. പക്ഷെ മാല അതവൾ അടിച്ചു മാറ്റില്ല. കാരണം എന്തിനാ അവനെ കൊന്നതെന്ന് വ്യക്തമായിട്ട് അവൾ നമ്മളോട് പറഞ്ഞു. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് മാല അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആരെങ്കിലും കണ്ണില് ആ ആള് പെടാതിരിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, അവന്റെ മാല അടിച്ചു മാറ്റിയത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളാ. എന്ത് വർത്താനാണ് ഈ പറയുന്നത്? നമ്മളെ കൂട്ടത്തിൽ ഒരുത്തർ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇത് ചെയ്തത് നമ്മുടെ കൂട്ടത്തിൽ ആരും ആകരുത് തന്നെ അഖിലേ ഞാനും ആഗ്രഹിച്ചത്. എന്നാ ഇത് ചെയ്തത് കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണെന്ന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടാ ഞാൻ ഇപ്പൊ ഈ സത്യമല്ല നിങ്ങളോട് പറഞ്ഞത്.
പിന്നെ ഇത് ചെയ്തതാരാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ചെയ്തയാള് സ്വയം കുറ്റയേറ്റ് പറയുന്നതാ. ശരി, ചെയ്തയാള് സ്വയം കുറ്റയേറ്റ് പറയാത്ത സ്ഥിതിക്ക് ആളെ ഞാൻ തന്നെ കാണിച്ചു തരാം. ഞാനോ ഇവിടെ തെണ്ടിത്തരം പറയുന്നേ? ഇവനാണ് അർജുന്റെ മാല അടിച്ചു മാറ്റിയത്. ഒരുമാതിരി തെമ്മാർത്തരം പറയാൻ നിൽക്കരുത്. നീ അല്ല അവന്റെ മാല അടിച്ചു മാറ്റിയെങ്കിൽ പിന്നെ ഇതെങ്ങനെ നിന്റെ പോക്കറ്റിൽ വന്നടാ? ഈ മാല എങ്ങനെ നിന്റെ പോക്കറ്റിൽ വന്നു എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായെന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇവിടെ സെലിബ്രേഷൻ തുടങ്ങി അർജുൻ മിസ്സാകുന്നത് വരെ ഇല്ലാത്ത മുറിവ് പെട്ടെന്ന് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? എന്താടാ കൈക്ക് പറ്റി? അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാണ്. പക്ഷെ ഈ ഒരു മുറിവ് കൊണ്ട് മാത്രം നീയാണ് അവന്റെ മാല അടിച്ചു മാറ്റിയെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ കുറച്ചു മുമ്പ് അർജുന്റെ തലക്കടിച്ച് ഇവളിങ്ങോട്ട് ഓടാൻ വന്നപ്പോ പെട്ടെന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. കാരണം എന്താ? ആ സമയം അതുവഴി വന്ന രഞ്ജിത്ത്. എന്നാ രഞ്ജിത്ത് വരുന്നതിന്റെ തൊട്ട് മുൻപാണ് അർജുന്റെ തലയ്ക്ക് അപർണ അടിച്ചു വീഴ്ത്തിയെന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ നിന്റെ മേലെനിക്ക് സംശയം കൂടി. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ എല്ലാവരും അർജുൻ എവിടെ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് നീ മാത്രം പറഞ്ഞു രഞ്ജിത്ത് ഇവിടെ വരുന്നതിന് മുമ്പ് അടിയേറ്റ് മരിച്ചു കിടന്ന അർജുൻ പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നത് നീ എങ്ങനെ കണ്ടു? ഈ ഒരു സംശയം കൂടി വന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആ നിരീക്ഷണത്തിനിടയിൽ നിന്റെ വെപ്രാളം, ടെൻഷൻ, ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിലോട്ടുള്ള ശ്രദ്ധ, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അർജുനെ കൊന്നവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള നിന്റെ വെപ്രാളം, ഇത്രയൊക്കെ പോരാ കുഞ്ഞൂട്ടാ. നീയാണ് ഇവന്റെ മാല അടിച്ചു മാറ്റിയെന്ന് എനിക്ക് ഉറപ്പിക്കാൻ. അതുകൊണ്ട് എന്റെ പൊന്നുമോ നടന്ന സത്യം പറ. പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകാൻ പോകുന്നത് നീയോ ഇവളോ ഒന്നും ആയിരിക്കില്ല, ഞാനായിരിക്കും. പറയാ പറഞ്ഞോളൂ. അർജു എടാ എടാ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. തല്ലി കൊല്ലണ പട്ടീന. തല്ലേ കൊല്ലൊന്നല്ല വേണ്ടത്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ പറയണ്ട്. അത് അഖില് പറഞ്ഞതാ ശരി. കൂട്ടത്തിൽ ഒരുത്തൻ അവിടെ മരിച്ചു കിടക്കുക. ഇവരിവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ. സ്നേഹിച്ച് വഞ്ചിച്ചവനെ കൊല്ലാനായി ഇറങ്ങുമ്പോ വീട്ടിലുള്ള അച്ഛനെയും അമ്മേനെയും ഓർക്കുന്നത് നല്ലതാ. ഇത് നീ മാത്രം ഓർക്കേണ്ട കാര്യമല്ല, അമിതമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട കാര്യം. ഇതുവരെ കണ്ടതും കഴിഞ്ഞതും ഒക്കെ ഒരു സ്വപ്നമായിട്ട് എടുക്കണം, വെറും സ്വപ്നം.